ഒരാൾ വന്നിട്ട് നബിനോട് ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് ആകെ രണ്ടാളാണ് ചോദിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ രണ്ടാളാണ് ചോദിച്ചത്. ഒന്നൊരിക്കൽ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് കാലിൻ്റെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഇസ്ലാം എന്താ, ഈമാൻ എന്താ, ഇഹ്സാൻ എന്താ ചോദിച്ചു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 കാര്യം പറഞ്ഞു, ഈമാൻ 6 കാര്യം പറഞ്ഞു. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹിനെ കാണും പോലെ ഇബാദത്ത് ചെയ്യുക, കാണില്ലെങ്കിൽ തന്നെ അള്ളാഹ് എന്നെ കാണുന്നുണ്ടല്ലോ അങ്ങനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. ഇഹ്സാൻ പറഞ്ഞാൽ അതാണെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഇതും ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റും എന്താ ബന്ധം എന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈമാന്, ഇസ്ലാം, ഇഹ്സാന് ഇതും ഖിയാമത്ത് നാളും കൂടി എന്താ ബന്ധം? ചില വിഷയങ്ങൾക്കൊക്കെ ഖിയാമത്ത് നാളിനായിട്ട് വലിയ ബന്ധമുണ്ട്. നമ്മളെ തൃപ്പനച്ചി ഉസ്താദ് വഫാത്തായിട്ട് അള്ളാഹുവരുടെ ദർജ ഉയർത്തട്ടെ. തൃപ്പനച്ചി ഉസ്താദിൻ്റെ അനുസ്മരണം കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. ചെറുശ്ശേരി ഉസ്താദാണ് പ്രസംഗിക്കണേ. അള്ളാഹു അവരുടെയും ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഒരായത്ത് ഓതിയിട്ട് വിശദീകരിക്കുകയാണ്. അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ. അവലം യറൗ അവർ കണ്ടില്ലയോ, അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ ഭൂമിയെ അതിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ചുരുക്കിക്കളയുന്നത് അവർ. ഉസ്താദ് അർത്ഥം വെച്ച രീതി വേറെ കേട്ടോ. ഉസ്താദ് അർത്ഥം വെച്ചത് അവലം യറൗ ഇങ്ങക്കെന്താടാ മോത്ത് കണ്ണില്ലേ എന്നാണ് അർത്ഥം വെച്ചത്. നാടർത്ഥം അവലം യറൗ നമ്മൾ പറയുമ്പോൾ എന്താ അർത്ഥം പറയും? അവർ കാണുന്നില്ലയോ എന്നൊക്കെ പറയും. ഉസ്താദ് വെച്ച അർത്ഥം അവലം യറൗ ഇങ്ങക്കെന്താടാ മോത്ത് കണ്ണില്ലേ, അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ ഭൂമി അതിൻ്റെ ചുറ്റയാല്. കടലോര മേഖലയിലുള്ള ആൾക്കാർ പറയും കരയിടിഞ്ഞു, കടലെടുത്തു എന്നൊക്കെ പറയും. പക്ഷെ സാധനം പോണില്ല, സാധനം കടലിലുണ്ടാവും. ഭൂമി ചുരുങ്ങണമെന്നില്ല, ഭൂമി അന്നത്തെ അത്ര എപ്പോഴും ഉണ്ട്. കരയിടിഞ്ഞാലും കടൽ. ഐ മൗത്തുൽ ഉലമാഇ വസ്സുലഹാ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും മരണപ്പെടുന്നതിനെ കുറിച്ചാണ് ഭൂമിയുടെ ചുരുക്കം എന്ന് പറയുന്നത്. ഐ മൗത്തുൽ ഉലമാഇ വസ്സുലഹാ ആലിമീങ്ങളുടെയും സുലഹാക്കളുടെയും മരണത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. പോയതിനൊക്കുന്നില്ല വരുന്നത്. ഒന്നാണ് പോയാൽ അതിന് പകരം വരുന്നത് ആ പോണതിൻ്റെ മാതിരി ആവണില്ല. ഏത് പോയത് നമ്മൾ പരിശോധിച്ചാലും പകരം വരുന്ന സാധനം ആ എത്ര വലുതാണെങ്കിലും പോയതിൻ്റെ അത്രക്ക് ആവണില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ്. ചുരുങ്ങി 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 വന്നുകൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് നാളിൻ്റെ അടയാളം പറഞ്ഞുകൊടുത്ത് പറയുന്നുണ്ട്, അമാനത്ത് ഉയർത്തപ്പെടും, വിശ്വസ്തത. എന്നിട്ട് അമാനത്ത് കേട്ട് കേൾവിയാകും. ആളുകൾ അത്ഭുതത്തോടുകൂടെ അമാനത്തിനെ കുറിച്ച് വീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലേ വിശ്വസ്തത എന്ന് പറഞ്ഞൊരു സംഗതി എടുത്തു പോവുക. ആർക്കും ആരും വിശ്വാസമല്ല. ഒരു 40,000 റുപ്യ ഒരാൾ തരാണ്ട്, അയാൾ പറഞ്ഞു ഞാൻ പെരേ കൊടുന്നേരണ്ട് 22-ാം തീയതി എന്ന് പറയുമ്പോൾ അവനോട് പറയാണ് ഇജ്ജ് പെരേ കൊടുന്നേരാണെങ്കിൽ വാപ്പാൻ്റെ അടുത്ത് കൊടുക്കരുത് കേട്ടോ, കാരണം വാപ്പാനെ വിശ്വാസമല്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ, വിശ്വസ്തത എടുത്തു പോവുക. ഖിയാമത്ത് നാളാവുമ്പോൾ കേട്ട് കേൾവിയാവുമെന്ന്. അങ്ങനെ കുറേ ദൂരം കുറ്റിപ്പുറത്ത് 4 കിലോമീറ്റർ പോയാൽ അവിടെ ആ ഉൾനാട്ടിൽ ഒരു വിശ്വസ്തനുണ്ട് തരേ എന്ന ആൾക്കാരെ അജബോട് കൂടെ പറയുന്ന കാലഘട്ടം ഉണ്ടാവും എന്ന് ഖിയാമത്ത് നാൾ. ആർക്കാ? അവനാനെ വിശ്വാസം ഉണ്ടോ എന്നിട്ടല്ല വേറുള്ളവരെ. ആർക്കെങ്കിലും സ്വന്തത്തെ വിശ്വാസമുണ്ടോ? ഭർത്താവിന് വിശ്വാസമുണ്ടോ? ഭാര്യയെ വിശ്വാസമുണ്ടോ? ഉമ്മാനെ വിശ്വാസമുണ്ടോ? മക്കളെ വിശ്വാസമുണ്ടോ? മൊബൈൽ ഫോണിന് ലോക്കില്ലാത്ത എത്ര പേരുണ്ട് നമ്മുടെ സദസ്സിൽ? കയ്യൊന്തിക്കൊന്നും വേണ്ട, മനസ്സിൽ മാത്രം പൊന്തിച്ചാൽ മതി. നമുക്ക് ഭാര്യനെ വിശ്വാസമില്ല, ഭർത്താവിന് വിശ്വാസമില്ല, ആർക്കും ആരെയും വിശ്വാസമില്ല. മൊബൈൽ ഫോൺ ലോക്കാക്കണത് എന്തിനാ? ഭാര്യ കാണാതിരിക്കാനല്ലേ. വേറെ ആരാപ്പം കാണാൻ പോണത്? അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ആലോചിക്കുക. നമുക്ക് നമ്മളാദ്യം വിശ്വാസമല്ല, കൂടെ കിടക്കുന്ന സഹധർമ്മിണിയെ വിശ്വാസമല്ല, വാപ്പാനെ വിശ്വാസമല്ല, ഉമ്മാനെ വിശ്വാസമല്ല, അയൽവാസികളെ വിശ്വാസമല്ല, ആർക്കും ആരെയും വിശ്വാസമല്ല. വിശ്വസിക്കാൻ പറ്റുന്നൊരവസ്ഥയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളിൻ്റെ അവസാനമാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ മൗത്തുൽ ഉലമാഇ വസ്സുലഹ ആണ് ഭൂമിയുടെ ക്വാളിറ്റി കുറയുക എന്ന് പറയുന്നത്. പോണതിന് പകരം വേറൊന്നും വരുന്നില്ല. അത്തിബർ ഉസ്താദിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ മദീനയെ ശരിക്കും ഇങ്ങനെ കാണിച്ചു തന്നതാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ എങ്ങനെയായിരുന്നു എന്ന് അനുഭവിച്ചറിയാം ഉസ്താദിൻ്റെ അടുത്ത് ചെന്നാൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്, ആ സദസ്സിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത്, ആ സദസ്സിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മദീന പള്ളിയിൽ ഞാൻ ബാങ്ക് കൊടുക്കുന്ന കാലം ളുഹർ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ ചിലപ്പം പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും. പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും. അള്ളാന്റെ റസൂല് പറയും, ബിലാലേ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും പിരിച്ചു കൊടുക്ക്. പിരിവുകാരുടെ നേതാവ് സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആണ്. ബിലാലെ ഒരു വിരുന്നുകാരൻ റളിയല്ലാഹു അൻഹു ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, എന്തേലും പിരിച്ചു കൊടുക്കുക എന്ന് പറയും. ഞാൻ പിരിച്ചു കൊടുക്കും. അസർ നിസ്കാരത്തിന് എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടും. അസർ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ വേറൊരാളുണ്ടാവും, ചിലപ്പോൾ അയാൾ തന്നെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയും, ബിലാലെ ഒരു വിരുന്നുകാരുണ്ട്, എന്തേലും പിരിച്ചു കൊടുക്കട്ടോ. അതിപുരസ്ഥാൻ്റെ സാഹസിൽ ശരിക്ക് കാണാൻ കഴിയും. പിരിവുകാരൊക്കെ വിരുന്നുകാരെന്നാ പറയാം. പിരിവുകാരൊക്കെ വിരുന്നുകാരെന്നാ പറയല്. അല്ലെങ്കിൽ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഒരു കൈ തൊടാത്ത ഒരു സ്ഥാപനവും സമസ്തയുടെ കീഴിൽ കേരളത്തിലില്ല. ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ ചെന്നിട്ട് അത്തിപുരസ്ഥാൻ്റെ റൂമിൽ കടന്നുറങ്ങലും ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ഉസ്താദിൻ്റെ ഒരു കൈയില്ലാത്ത കേരളത്തിലെ ഒരു സ്ഥാപനം കാണാൻ വളരെ പ്രയാസമാണ്. എന്തെങ്കിലും ഒരു കൈ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പിരിവിന് വന്നാൽ ഓൽക്ക് വണ്ടിയും സൗകര്യവും പോകാനുള്ള സ്ഥലം ഒക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം ളുഹർ നിസ്കാരം കഴിഞ്ഞ് അസർ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഒഴിവുള്ള സമയത്ത് ഉസ്താദ് തന്നെ പോയിട്ട് ആരുന്നേലും എന്തേലും പിരിച്ചിങ്ങാണ്ട് അതും കൊടുന്നു കൊടുക്കും. ഇങ്ങനെ ഉണ്ടായതാണ് കേരളത്തിലെ എല്ലാ സ്ഥാപനവും. ഉസ്താദിൻ്റെ എന്തേലും ഒരു കൈയില്ലാത്തത്, ഉസ്താദിൻ്റെ ഒരു ദ്വാ കിട്ടാത്തത് കേരളത്തിൽ സമസ്തയുടെ കീഴിലൊരു സ്ഥാപനം ഉണ്ടാവില്ല. എന്നാലോ ഔലിയാക്കൾക്ക് രണ്ടവസ്ഥകളുണ്ട്. ഒന്ന് സായിരീങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയും ഒന്ന് വാസിലീങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയും. സായിരീങ്ങൾ എന്ന് പറഞ്ഞാൽ യാത്രക്കാരെന്നാണ് ആ വാക്കിനർത്ഥം. അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന ചില ആളുകൾ ഔലിയാക്കളിലുണ്ട്. അതായത് ചില ഔലിയാക്കൾ കല്യാണം കഴിക്കാത്തവരെ കാണും. ഔലിയാക്കളുടെ കൂട്ടത്തിൽ ചിലർ കല്യാണം കഴിക്കാത്തവരുണ്ട്. ചിലർ മനുഷ്യന്മാരുമായി തീരെ ഇടപഴകാത്തവരും മനുഷ്യന്മാരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവരും ഒക്കെ ഉണ്ട്. സായിരീങ്ങൾ എന്ന വിഭാഗക്കാരാണ് അവർ. വാസിലീങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൗസുൽ ആദം വാസിലീങ്ങളിൽപ്പെട്ട ആളാണ്. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു വാസിലീങ്ങളിൽപ്പെട്ട ആളാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു വാസിലീങ്ങളിൽപ്പെട്ട ആളാണ്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു വാസിലീങ്ങളിൽപ്പെട്ടതാണ്. വാസിലീങ്ങളുടെ പ്രത്യേകത ഒരേ സമയം ജനങ്ങളുടെ എല്ലാ പരിപാടിയിലും ഉണ്ടാവും. ഗൗസുൽ ആദം ഇലക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു. 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന ആളാണ് സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. രാഷ്ട്രീയക്കാരന് വലിയാവാൻ കഴിയില്ല എന്ന ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അതിൻ്റെ തിരുത്താണ് ഗൗസുൽ ആദം. രാഷ്ട്രീയക്കാരന് ഔലിയാവാൻ പറ്റൂല എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അതിൻ്റെ തിരുത്ത് ഗൗസുൽ ആദമാണ്. അപ്പോൾ എല്ലാ വിഷയത്തിലും ഇടപെടുന്നതാണ് വാസിലീങ്ങൾ എന്ന് പറയുന്നത്. വാസിലീങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ബഹുമാനപ്പെട്ട അത്തിപറ്റ ഉസ്താദിനെ കാണാൻ കഴിയുന്നത്. തസൗഫിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഒരുമിച്ച് കൂടി സുന്നത്ത് മുഴുവനും ജീവിക്കുന്ന തെളിവായി നമുക്ക് മുമ്പിൽ ഉസ്താദ് അവർകൾ വരച്ച് കാണിച്ചു തന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ഉസ്താദ് അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മളെയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 1 മണിക്കൂറായിട്ടുണ്ട് ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ഒരുപാട് ആളുകൾ സംസാരിക്കാനും മജ്‌ലിസുന്നൂറും കാര്യങ്ങളും അല്ലാണ്ട് ബഹുമാനപ്പെട്ട KT മാനു ഉസ്താദിൻ്റെ പേരിലാണ് ഈ നഗറുള്ളത്. ഈ നഗർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയ പരാജയങ്ങൾ കണക്കാക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ്, മരണം നോക്കിയിട്ട്. അത് വലിയൊരു പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ കാക്കൊല്ല പരീക്ഷൻ്റെ മാർക്കൊരു പ്രശ്നമല്ല, അരക്കൊല്ല പരീക്ഷൻ്റെ മാർക്കൊരു പ്രശ്നമല്ല, ഇതിൻ്റെ കൊല്ല പരീക്ഷൻ്റെ മാർക്കൊരു പ്രശ്നം തന്നെയാണ്. ഈ കൊല്ല പരീക്ഷ ഒരു പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ. അതാണ് മൗത്ത് എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് താൻ ഉണ്ടാക്കി വെച്ച ആളുകളെങ്ങനെ കണ്ട് മനുഷ്യൻ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് എന്തിലാണോ, നന്മയിലാണെങ്കിൽ നന്മയിൽ, തിന്മയിലാണെങ്കിൽ തിന്മയിൽ, അതിലായിരിക്കും അവൻ മരിക്കുക എന്നാണ്.
ഒരാൾ മരിക്കുന്ന സമയത്ത് ശുഗലാകുക, ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടെ കണ്ടത് എന്താണോ ആ വിഷയത്തിലാണ്. ചാപ്പനങ്ങാടി വാപ്പുസ്താദിൻ്റെ ദിക്ർ ഹൽക്ക കൊണ്ടു നടക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്. ചാപ്പനങ്ങാടി വാപ്പുസ്താദിൽ നിന്ന് കിട്ടിയ ദിക്ർ ഇങ്ങനെയാണ് ചൊല്ലി തീർന്നിട്ടാണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് വഫാത്താകുന്നത്. ജീവിതത്തിൽ ഒരാൾ എന്താണോ കൂടുതൽ ആസ്വദിച്ച് കൊണ്ട് നടന്നത് അതാണ് മരിക്കുമ്പോൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യണം. താൻ ഉണ്ടാക്കി വെച്ച ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സമ്മേളന വേദിയിൽ കയറിയിട്ട് കണ്ട് ഓരോട് സലാം പറഞ്ഞിട്ട് വണ്ടി കയറി എല്ലാവരും കേൾക്കുന്ന തരത്തിൽ 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞും വഫാത്തായ ആളാണ് ബഹുമാനപ്പെട്ട കെ.ടി. മാനു മുസ്ലിയാർ. കെ.ടി. മാനു ഉസ്താദിൻ്റെ പേരിലാണ് ഈ നഗരി ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തട്ടെ. അവരെക്കുറിച്ചൊക്കെ പറയുന്നത് അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് സന്ദേശമാവാൻ വേണ്ടിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.